നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കൊട്ടാരക്കര TPM കൺവെൻഷൻ സെൻറ്റർ നടക്കുന്ന അതിൻ്റെ സ്റ്റാളിലാണ് നിൽക്കുന്നത്. കൺവെൻഷൻ ഉള്ളിലാണ് നടക്കുന്നത്. നമ്മൾ അതിൻ്റെ സ്റ്റാളിലേക്ക് വിശേഷങ്ങൾ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഇവിടെ നിരവധി സ്റ്റാളുകൾ നമുക്ക് കാണാൻ പറ്റും. അതിൽ നമ്മളിങ്ങനെ ഓരോ സ്റ്റാളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ പോവുകയാണ്. ഇപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം. ചേച്ചീൻ്റെ പേരെന്താ? ബെറ്റി. ഇത് എത്ര ദിവസമായി ഇവിടെ വന്നിട്ട്? ബുധനാഴ്ച തൊട്ടാ കൺവെൻഷൻ തുടങ്ങിയ. ഇന്ന് ലാസ്റ്റ് ഡേ ആണോ? ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കുറവാ, കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ. എന്താണാവോ കഴിഞ്ഞ വർഷത്തെക്കാളും കുറവാകും കാരണം എന്താ? ഒരുപാട് സ്റ്റാൾസ് ഒക്കെ കൂടുതലായി. അപ്പം അങ്ങനെ. അപ്പോൾ കഴിഞ്ഞ വർഷം ഒന്നും ഇത്ര സ്റ്റാൾസ് ഇവിടെ ഇട്ടിട്ടില്ല? ഇല്ല, ഓരോ വർഷം കഴിയുമ്പോഴും സ്റ്റാൾസ് കൂടിക്കൊണ്ടിരിക്കുക. ചേച്ചിൻ്റെ വീട് ഇവിടെ തന്നെ കൊട്ടാരക്കര തന്നെ? അല്ല, ട്രിവാൻഡ്രം. ഈ സ്റ്റാളിടാനായിട്ട് ഇങ്ങോട്ട് വന്നത്. എങ്ങനെയുണ്ട്? കൺവെൻഷനൊക്കെ കൂടാറുണ്ടോ? നമ്മൾ TPM ജസ്റ്റിലാണ് പോകുന്നത്. എങ്ങനെയുണ്ട് കൺവെൻഷൻ? ഇവിടുത്തെ കൺവെൻഷന് ഇപ്പം പോയില്ല. നമ്മളെ ഈ കച്ചവടത്തിനെ കുറിച്ചൊന്ന് പറയൂ. നമുക്കിവിടെ ഉള്ള സാധനങ്ങളൊക്കെയാണ്. നമുക്കിവിടെ ഷോളൊക്കെ ഉണ്ട്, പിന്നെ കുറച്ച് ടോയ്സ് ഐറ്റംസ്, പിന്നെ പേന, പിന്നെ സാരി ഉണ്ട്, കർച്ചീഫ് ഐറ്റംസ്, അങ്ങനെയുള്ള ബാക്കി ഒക്കെ വൈറ്റ് തന്നെയല്ലേ? എല്ലാം ഇവിടെ കൂടുതൽ വൈറ്റ് അല്ലേ സെയിലാവുന്നത്, അപ്പോൾ അതുകൊണ്ട് വൈറ്റ് ആണ്. എന്താ പേര്? സുഹൈല്. എവിടെ വീട്? തൃശ്ശൂർ. ഇത് ഇവിടെ ഈ കൺവെൻഷനായിട്ട് വന്നതാ? അതെ, കൺവെൻഷൻ. എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുഴപ്പമില്ല. മൂന്നാളും തൃശ്ശൂരാ? അതെ, കച്ചവടം കഴിഞ്ഞ പ്രാവശ്യമാണ് കൂടുതൽ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇപ്പം, ഈ കൊല്ലം ഫസ്റ്റ് ടൈമാണ്. ഇപ്പം വൈറ്റ് ഷർട്ട് കുഴപ്പമില്ല, സെയിലൊക്കെ ഉണ്ട്. ഫസ്റ്റ് ദിവസം കുറവായിരുന്നു. എല്ലാത്തിനും 300 തന്നെയാണ്. ഇപ്പം ലിനൻ്റെ ഉണ്ട് നമ്മുടെ മെറ്റീരിയൽ. ലിനനൊക്കെ 500 രൂപയാണ്. ബാക്കിയുള്ള കോട്ടൺ ഷർട്ടുകളൊക്കെ 300 രൂപ തന്നെ. കൂടുതൽ ഇവിടെ തൃശ്ശൂർ ഇതിനെ കൂടാറുണ്ടോ കൺവെൻഷന്? ഇല്ല, നമ്മളിപ്പോൾ ഈ കൊല്ലമാണ് ഫസ്റ്റ് ടൈം തുടങ്ങിയത്. ഫസ്റ്റ് ടൈം ഇവിടെ പോവാ. പിന്നെ ഫസ്റ്റ് ടൈം ഉണ്ടാകുമ്പോൾ തിരുവല്ലയിലായിരുന്നു. തിരുവല്ല ചർച്ച് ഓഫ് ഗോഡിൽ, പിന്നെ കുമ്പനാടുണ്ടായിരുന്നു, പിന്നെ അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ലാസ്റ്റ് ഇതാണ്. ഇതോട്ട് കൺവെൻഷൻ്റെ ഒക്കെ ഏകദേശം കഴിഞ്ഞു. ഫസ്റ്റ് ടൈമാണ് സ്റ്റാൾ ഇടുന്നത്? അതെ, ഫസ്റ്റ് ടൈമാണ് സ്റ്റാൾ ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇപ്പം നമുക്ക് സെയിലിന് വക്കീലന്മാർ, കോടതി ഉണ്ടല്ലോ, അവിടെ സെയിലാണ്. അപ്പോൾ വക്കീലന്മാർക്ക് ഇങ്ങനെ ഷർട്ടുകൾ ഓർഡർ അനുസരിച്ച് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെയാണ്. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. സെയിലൊക്കെ ബുധനാഴ്ച തുടങ്ങിയിട്ട് ഇത്രയും ദിവസം തിരക്കുണ്ട്? ഫസ്റ്റ് ദിവസം ഉണ്ടായിരുന്നില്ല. ഫസ്റ്റ് ദിവസം വൈകുന്നേരം ആയപ്പോഴാണ് തുടങ്ങിയത്. 5 മണിയൊക്കെ ആയപ്പോൾ പരിപാടി തുടങ്ങി തന്നെ. പിന്നൊക്കെ ആയി തുടങ്ങി, കച്ചവടമൊക്കെ ആയി തുടങ്ങി. ഒന്ന് രാത്രി വരെ ഉണ്ടാവും പറയണത്. സാധാരണ ഉച്ച വരെ ഉണ്ടാവാറ്. ഇതിപ്പോൾ രാത്രി വരെ ഉണ്ട് പരിപാടിയൊക്കെ. ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ. കുഴപ്പമൊന്നുമില്ല, ഫുഡും കാര്യങ്ങളൊക്കെ ഉഷാറാണ്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സോമൻ. എവിടെ വീട്? തിരുവല്ല. നമ്മളെ ബുധനാഴ്ച തൊട്ട് ഇന്നത്തെ ദിവസം വരെ കച്ചവടം എങ്ങനെയുണ്ട്? കച്ചവടം വെള്ളക്കച്ചവടം നടക്കും. എന്നിട്ട് ചേട്ടൻ കുലിക്കിയ ഫുൾ കുലിക്കുണ്ട്. സാധാ നാരങ്ങാളുണ്ട്. മോര്? മോരില്ല ഞങ്ങൾക്ക്. ഏതാണ് കൂടുതൽ കച്ചവടം? നാരങ്ങ വെള്ളമാണോ? നാരങ്ങ വെള്ളം പോകുന്നുണ്ട്. നല്ല ഐസൊക്കെ എവിടെയാണ്? നമുക്ക് ഐസ് എല്ലാം ഉണ്ട്. ബോക്സിനകത്തുണ്ട്. ഇതല്ല നല്ല ബോക്സ് വേറെ പോയിരിക്കും എടുക്കാൻ പോയിരിക്കും. ഓരോ ദിവസം അങ്ങനെ കൊണ്ടുവരിക. അന്നുള്ളത് കൊണ്ടുവരിക. പിന്നെ എങ്ങനെയുണ്ട് നമ്മൾ കൺവെൻഷനൊക്കെ എങ്ങനെയുണ്ട്? കൺവെൻഷൻ നല്ല ഭയങ്കര ആളല്ലേ. ചേട്ടൻ പോയോ? ഞങ്ങൾ എന്നോടാ വൈകിട്ട് കിടക്കുന്നതും ഒക്കെ. വൈകിട്ട് പ്രാർത്ഥനയുണ്ട്, വെളുപ്പിന് പ്രാർത്ഥനയുണ്ട്. ഇതിപ്പോ ചേട്ടൻ ബുധനാഴ്ച വന്നതല്ലേ, അപ്പോ എന്താ സ്റ്റേ ഒക്കെ എവിടെയാ? സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് തന്നെ വലിയ ഹാള്. അവിടെ നമ്മള് ഇവിടെ അടച്ചിട്ട് 2-3 ഇടത്തായിട്ടുണ്ട്. എത്ര മണി വരെ ഉണ്ടാവും കച്ചവടം ഇവിടെ? അവിടെ ഒരു 5 മണി വരെ. 5 മണി വരെ. ഇവിടെ രാവിലെ എപ്പം തുറക്കും? രാവിലെ ഒരു 9 മണിയാകുമ്പോൾ. 9 മണി വരെ. എങ്ങനെയുണ്ട് ജനങ്ങൾ? കുഴപ്പമില്ല, നല്ല തിരക്കാണ്. ഒരു ഇച്ചിരി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവും. ഇത്തിരി കൂടെ കഴിഞ്ഞാലേ കുറച്ചും കൂടെ വെയിലാണ്. നല്ല തിരക്കുണ്ടാവും. അമ്മച്ചിന്റെ പേരെന്താ? എൻ്റെ പേര് ദാനം. എവിടെന്നാ വരുന്നത്? നെയ്യാറ്റിൻകര. കൺവെൻഷനെ കുറിച്ച് ആദ്യം പറയാം. കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് അന്താരാഷ്ട്ര കൺവെൻഷൻ. ചെന്നൈ കഴിഞ്ഞാൽ അടുത്ത കൺവെൻഷൻ ഇതാണ് ഏറ്റവും മെയിൻ. അല്ല, ചെന്നൈ കഴിഞ്ഞാൽ അടുത്ത കൺവെൻഷൻ മറ്റതൊക്കെ ലോക്കൽ പോലെ. ഇത് അന്താരാഷ്ട്ര കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് അനേകം പള്ളിക്കാർ വരുന്നു, ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നു, ഭക്ഷണമുണ്ട്. പിന്നെ അത് പോയിട്ട് സെയില് ഒരു 1000 സെയിലുകാരുണ്ട്. മെയിനായിട്ട് ഇവിടെ എന്താ അമ്മച്ചി? വ്യാപാരികളുണ്ട്, എല്ലാവർക്കും നല്ല സെയിൽ. ഞാൻ കൊടുക്കുന്നത് ഈ തുണി, ക്ലോത്ത് ഐറ്റങ്ങളാണ്. ക്ലോത്ത്. ഇതിൻ്റെ വിലയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? വില സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് 100 തൊട്ട് 80 തൊട്ട് 50 തൊട്ടുണ്ട്. ഇത് സഹിതമുണ്ട്. 50 തൊട്ട് ഞങ്ങൾ സെയിൽ സ്റ്റാർട്ട് ചെയ്യും. പക്ഷേ ഈ കോട്ടൺ ഷോളൊക്കെ നല്ല, അത് മോക്കറിയല്ല, ഇതൊക്കെ വില കൂടിയതാണ്. ഉണ്ടല്ലേ, 450. ഇതൊക്കെ 200, 250, 200. ഇതെല്ലാം 100. ഇതൊക്കെ 100. സാരി ഉണ്ട്. സാരിയൊക്കെ നല്ല വിലയ്ക്ക് ഞങ്ങൾക്ക്. ഇതിലിപ്പോൾ ഏതാ കച്ചവടമായി കൂടുതൽ കച്ചവടമായി പോണത്? ഏതാ? ഷോളും സ്കാർഫും. അത്
ഷോളും സ്കാർഫാണ് നമുക്ക് കൂടുതൽ പിന്നെ കർച്ചീപ്പുകളുണ്ട്. ഒന്നും അടിക്കൊന്നും വെച്ചില്ല. ഇതെന്താ കർച്ചീപ്പുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിനൊക്കെ സ്റ്റാർട്ടിങ് എങ്ങനെയാണ്? ഇത് 15 തൊട്ടുണ്ട്, 20, 25. പിന്നെ ഞങ്ങൾക്ക് ലാസ്റ്റിലാകുമ്പോൾ നമ്മൾ ഇത്തിരി കമ്മിയൊക്കെ കൊടുക്കും. ഇന്നപ്പോൾ ലാസ്റ്റ് ദിവസം ലാസ്റ്റ് ആകുമ്പോൾ ഇത്തിരി നല്ലോണം നമുക്ക് അതെ പ്രതീക്ഷിക്കും. ലാസ്റ്റിലാകുമ്പോൾ എല്ലാവരും തീർത്തിട്ട് പോകാനേ കട ഒഴിപ്പിച്ചിട്ട് അങ്ങ് പോവാം. അല്ല, അപ്പോൾ ലാസ്റ്റ് പോണത് ഇത് മൊത്തം കച്ചവടമായി പോണ. അതെ അതെ മോളെ, ഞങ്ങൾക്ക് ഇവിടെ റെന്റ് കൊടുക്കണം. 10,000 രൂപ റെന്റാണ്. ഓ ഇല്ലല്ല, 5 ദിവസത്തേക്ക്. പിന്നെ ഈ മേശയും കസേരയും വാടകയ്ക്ക് എടുക്കുന്നതാണ്. ഒരു മേശ 30 രൂപ. അത് ഇതൊക്കെ ഈ സ്റ്റോള് തുടങ്ങുന്നവരെന്നെ വാടകയ്ക്ക് എടുക്കുക? അത് എല്ലാവരും അല്ല, ഞങ്ങൾക്ക് ഈ ഇത് ടെൻഡർ അടിച്ചു തരുന്ന ആ ഓണർ ഞങ്ങൾക്ക് തരും. അതിനിടെ ഞങ്ങൾ പ്രത്യേകം പൈസ കൊടുത്തു കഴിഞ്ഞു. ഇന്നലെ കൊടുത്തു കഴിഞ്ഞു ലാസ്റ്റിന് മുമ്പ്. ഇതിൻ്റെ പൈസ ഇത് എല്ലാം കൂടി കൊടുത്താണ് 10,000 ഓരോരുത്തർക്ക്. ഫ്രണ്ടിൽ 20ഒക്കെയാണ്, 15, 20. ഞങ്ങൾ എടുത്തിരിക്കുമ്പോൾ കുറച്ച് എന്താ ബുധനാഴ്ച തന്നെ വന്നിട്ടുണ്ട് ഇവിടെ. അതെ അതെ 5 ദിവസത്തേക്ക് നമ്മൾ ഇത് എടുത്തിട്ട് വരും. 5 ദിവസത്തേക്ക്. പിന്നെ ഞങ്ങൾക്ക് ഇത് ഞങ്ങൾ എല്ലായിടം പോകും. ഞങ്ങൾ പോകുന്ന ഇവിടെ മാത്രമല്ല, നാഗാലാൻഡ്, ഡൽഹി, കൽക്കട്ട, അതൊക്കെ ഈ അതെ 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 അതെ. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച അതെല്ലാം ഈ TPM ചർച്ചിൻ്റെ ഇതിലേ പോകത്തുള്ളൂ, വേറെ പോകത്തില്ല. നാഗാലാൻഡ്, കൽക്കട്ട, ഒറീസ. കട്ടക്ക് എന്ന് പറയുന്നത് ഒറീസയിൽ കട്ടക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പോകുന്നത്. പഞ്ചാബിൽ പോകും, കൽക്കട്ടയിൽ പോകും, ഡൽഹിയിൽ പോകും, ഒറീസയിൽ പോകും, നാഗാലാൻഡിൽ പോകും, ബോംബെയിൽ പോകും. ഇവിടെ നമ്മളെ എല്ലാവരും പിള്ളേർ പഠിക്കാൻ പോകുന്ന സ്ഥലം കർണാടകയിൽ അത് എന്താ പറയുക, ബാംഗ്ലൂർ, ചെന്നൈ. അതായത് ചെന്നൈ പോകും, ബോംബെ പോകും. പക്ഷേ കേരളത്തിലെല്ലാം ഉണ്ട്. ഇതുപോലെ അന്താരാഷ്ട്ര കൺവെൻഷൻ അല്ല, ലോക്കൽ പിന്നെ സെൻട്രൽ കൺവെൻഷൻ മാത്രം. ഇത് മൊത്തം അന്താരാഷ്ട്ര കൺവെൻഷൻ എന്ന് വെച്ചാൽ ഈ TPMൻ്റെ എല്ലാത്തിൻ്റെയും അങ്ങ് ദുബായ് വെളിനാട്ടിൽ നാടുകളിലുള്ള എല്ലാവരും വന്ന് ഇതിൻ്റെ ട്രെയിനിങ് നടത്തുന്ന എല്ലാം ചെന്നൈയിലാണ്. ആ ചെന്നൈയിൽ നിന്നാണ് അവരിങ്ങനെ പാസ്റ്റർമാർ, സിസ്റ്റർമാർ ലോകത്ത് എല്ലായിടത്തും അയക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും മെയിൻ അവിടെയാണ്. പിന്നെ അവിടെ ഞങ്ങൾ പോകുന്നുണ്ട്. അവിടെ വെച്ച് എല്ലാവരും ഇതുപോലെയല്ല, നല്ല ആൾക്കൂട്ടോ. അത് കഴിഞ്ഞിട്ട് ഇവിടെ. അപ്പോൾ ഇതിനാണ് അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇവിടെ. ഭയങ്കര ചിലവുണ്ട് ആളുകൾക്ക്. പിന്നെ ഞങ്ങൾ ഇതുകൊണ്ടൊക്കെ എല്ലാ സ്ഥലങ്ങളിലും പോയി കച്ചവടം ചെയ്ത് ജീവിക്കുന്നുണ്ട്. മനസ്സിലായ ഇന്ത്യയിൽ പല സ്ഥലത്തും നമ്മളെ കേരളം വിട്ടിട്ട് ഒരു 10-12 സ്റ്റേറ്റിൽ പോയിട്ടുണ്ട്. പിന്നെ എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. എൻ്റെ ഹസ്ബൻഡ് വെളിയിലൊക്കെ ഇരുന്ന് അപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് എല്ലാം സംസാരിക്കും. ഈ വെളിനാട്ടിൽ പോകുന്നത് ഞാൻ പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ 100, 200, 1000 ഇങ്ങനെയൊക്കെ മറ്റെല്ലാം ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിക്കും. അതുകൊണ്ട് ഞാൻ കൂടെ പോകുന്നതല്ല. നമുക്കൊന്നും വെളിയിൽ പോയാൽ സംസാരിക്കാൻ പറ്റത്തില്ല. അവർ ഹിന്ദിയാണ് എല്ലാവരും, മനസ്സിലായ. ഇവിടെ പോയാലും ഹിന്ദി. പിന്നെ അതിൽ ഒരു ഭാഷ അത്ര ക്ലിയർ അല്ല. അത് ഇവിടെ ആന്ധ്ര, അത് തെലുങ്കാണ്. അത് നമുക്ക് പിടിച്ചാലും കടിച്ചാലും ഒന്നും കിട്ടത്തില്ല. ഈ മനുഷ്യന് ചെറുതായിട്ടൊന്നറിയാം. നമ്മൾ ഭാഷ അവർ പറയേണ്ട 1, 2 എന്നുള്ള 100, 200, 300 അടുത്ത ആളിനോട് എഴുതി വാങ്ങി വെച്ച് ആ റേറ്റ് പറയും. അവിടെ മാത്രം നമുക്ക് ബുദ്ധിമുട്ട്. ബാക്കി എല്ലായിടം പോയി ചെന്ന് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്, കച്ചവടം ചെയ്യുന്നുണ്ട്, നല്ല സെയിലും ഉണ്ട്. പിന്നെ ഈ റെൻറ്റ് കൂടുതൽ കൊടുക്കുന്നിടത്ത് കൂടുതൽ കച്ചവടം നടക്കും. റെൻറ്റില്ല, നമ്മളിരിക്കുന്നിടത്ത് കുറഞ്ഞ ഇത്രയും എമൗണ്ടിനൊന്നും വരത്തില്ല. മനസ്സിലായി. ഇത് തന്നെ 10, പിന്നെ വെളിയിലിരിക്കുന്നവർക്കൊക്കെ ഇത്തിരി നല്ല പൈസയല്ലേ. ഞങ്ങൾക്ക് അകത്തോട്ടാണ് ഈ 10-നൊക്കെ വരുന്നത്. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് ഷാജു എന്നാണ്. എവിടെന്നാ വരുന്നത്? ഞങ്ങൾ തൊടുപുഴ. ബിസിനസ്സിനായിട്ട് വന്നാട്ടോ. ബിസിനസ് ഇത് ഇതിനായിട്ട് വന്നതല്ലേ? അതെ അതെ, ബിസിനസ്സിനായിട്ട് വന്നു. ഇവിടെ എന്തൊക്കെയാണ് കച്ചവടം? കൊട്ടാരക്കര കൺവെൻഷൻ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഉത്സവം തന്നെയാണല്ലോ. അതിലുപരിയായിട്ട് ഈ ബിസിനസ് മേഖലയിലും ഒക്കെ ഇവിടെ ആളുകൾ ഒത്തിരി സഹകരിക്കുന്നുണ്ട്. ചേട്ടൻ ബിസിനസ് ചെയ്യുന്ന ആളാ? അതെ അതെ. എന്താണ് ബിസിനസ്? എന്താ? നമുക്ക് തുണിയുടെ ബിസിനസ്സൊക്കെ. ഇവിടെ എന്തൊക്കെയാ ചെയ്യുന്നത്? ഇവിടെ നമ്മൾ മെയിനായിട്ട് നൈറ്റികൾ, സ്കാർഫുകൾ, ചുരിദാർ ടോപ്പുകൾ, പിന്നെ ലേഡീസിൻ്റെ സ്കാർഫ് സ്റ്റോള്. സ്റ്റാർട്ടിങ് എത്ര തുടങ്ങുന്നത്? സ്റ്റാർട്ടിങ് നമുക്ക് 30 രൂപ മുതൽ. 30 രൂപ. ഈ കർച്ചീഫ് ഉണ്ട്, അതിലെ ഐറ്റംസ് ഉണ്ട്. പിന്നെ ലേഡീസിൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഈ വെഡ്ഡിങ്ങിന് പർപ്പസിനും ആവശ്യമുള്ള സ്കാർഫുകളൊക്കെ 350, 400 ഒക്കെ സ്കാർഫുകളുണ്ട്. അപ്പോൾ അതൊക്കെ ഷോപ്പുകളിലൊന്നും അവൈലബിൾ അല്ല ഈ സാധനങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ് നമ്മളിവിടെ കൺവെൻഷനായിട്ട് ചെയ്യുന്നത്. ഇല്ല, നമ്മളിത് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് നമുക്ക്. അപ്പോൾ അത് മെയിനായിട്ട് ഈ കൺവെൻഷന് ആയിട്ട് വേണ്ടി ചെയ്യുന്നതാണ്. സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെയാണ്. കച്ചവടം ഇപ്പോൾ ഈ പ്രാവശ്യമൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവെ കച്ചവടക്കാരുടെ എണ്ണം കൂടി. അപ്പോൾ പോരാത്തിന് കസ്റ്റമർക്കൊക്കെ ക്യാഷിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ ഇച്ചിരി ഡൗൺ ആണ്, എന്നാലും കുഴപ്പമില്ല, അങ്ങനെ പോകും.
കൊറോണ കാലത്ത് ഉണ്ടായിരുന്നു ഈ സംഭവം? കൊറോണ കാലത്ത് 2 വർഷം നമ്മൾ മൊത്തത്തിൽ ഡൗൺ ആയിരുന്നു. എന്നാലും കുഴപ്പമുണ്ടായില്ല, അങ്ങനെ ഇപ്പൊ പോകുന്നു. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ഇപ്പൊ കച്ചവടം? ഈ മൊത്തത്തിൽ ബുധനാഴ്ച കച്ചവടം തൊട്ട് ഞായറാഴ്ച വരെ നോക്കുമ്പോൾ ഇന്നിപ്പോൾ എന്തോ മൊത്തത്തിൽ ഡൗൺ ആണ് ഇപ്പം നിലവിൽ. എന്നാലും തിരക്കേടില്ല. പുറത്തേക്ക് കുറേ സ്റ്റാളുകൾ എണ്ണം കൂടി. എണ്ണം കൂടി. കഴിഞ്ഞ പ്രാവശ്യം എത്ര എണ്ണം ഉണ്ടായിരുന്നു? കഴിഞ്ഞ ഇത്ര ഉണ്ടായില്ല. അതിൻ്റെ ഒരു 7% ഉണ്ടായുള്ളൂ സ്റ്റാളുകൾ. ഇപ്പോൾ ഈ പ്രാവശ്യം എണ്ണം കൂടിയിട്ടുണ്ട്. അതിനനുസരിച്ച് കച്ചവടം മൊത്തത്തിൽ കുറവ് വന്നേക്കണേ. എണ്ണം കൂടി സ്റ്റാളിൽ കൂടുതലായിട്ട് കച്ചവടം ചെയ്യുന്നത് ഇതേപോലെ ഷാള്, ടോപ്പ്, അത് തന്നെ ഐറ്റംസ് തന്നെയാണ് അത്. അതാണ് ഇപ്പൊ നമുക്ക് കച്ചവടം ഇല്ല. പിന്നെ ഇത് ചേട്ടന്റെ വൈഫാ? അത് വൈഫാണ്. അവർ ലേഡീസെ കൂടിയാണ് ഇത് അധികം ചെയ്യുന്നത്. ഇതെങ്ങനെയാണ് റെന്റിന് എടുക്കുമ്പോൾ നമ്മൾ എത്ര സാധനങ്ങൾക്ക്? റെൻ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രോബ്ലം. ഇപ്പോൾ നമ്മളിപ്പോൾ ഇത്ര ഒരു ചെറിയൊരു 10 അടി എന്ന് പറഞ്ഞാൽ 10 അടിക്ക് തികയത്തില്ല. എന്നാലും ഇതിന് തന്നെ ഏകദേശം ഒരു 13,000 രൂപയോളം നമുക്ക് റെന്റ് തന്നെ വരും. റെന്റാണ് ഇപ്പൊ നമ്മൾ ഈ റെന്റിന് കൊടുക്കാനുള്ളത് കച്ചവടത്തിൽ കൂടെ ഇതാക്കുക. നമ്മൾ അതങ്ങനെ അങ്ങനത്തെ കസ്റ്റമറോട് നമ്മൾ അങ്ങനെ അധികം പൈസ മേടിക്കുന്നില്ല. കാരണം നമ്മുടെ ലാഭത്തിൽ ഇച്ചിരി കുറവ് വന്നാലും അല്ല, നമ്മൾ എവിടുന്ന് തുണി എടുക്കുമ്പോൾ ഇത്ര റേറ്റിന് വിൽക്കണം എന്ന് പറയോ? ഇല്ല, അത് നമുക്ക് ഇതിനൊരു വിലയുണ്ട്. നമുക്ക് ഒരു കസ്റ്റമർ താങ്ങാവുന്ന ഒരു വിലയുണ്ട്. അതെല്ലാരും കൂടെ അത് ഏകദേശം ഒരു മിനിമം രീതിയിൽ പോകുള്ളൂ. പിന്നെ 5 രൂപ 10 രൂപയുടെ ഒക്കെ വേരിയേഷനേ വരുള്ളൂ. നമുക്ക് അറിയാം ആളുകൾക്ക് എത്ര രൂപ താങ്ങാൻ പറ്റും, ഇതിനൊക്കെ എത്ര രൂപ കൊടുക്കാം. 500-ന്റെ ചോടയാണല്ലോ. അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ കച്ചവടം കൂടുതൽ നടക്കുന്നത് കേട്ടോ. എല്ലാ വർഷവും ഇവിടെ വരാറുണ്ട്? എല്ലാ വർഷം വരാറുണ്ട്. ചേട്ടന്റെ പേര്? എൻ്റെ പേര് മോനെ. ചേട്ടന്റെ പേരോ? ഷാജി. എവിടെ ഉള്ളതാ? എവിടുന്ന് വരുന്നത്? തിരുവനന്തപുരം തിരുവല്ല. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? എല്ലാ വർഷവും ഉണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. ഇവിടെ എന്തൊക്കെ ഉണ്ട് ഐറ്റംസ്? ബൈബിൾ കൂടാതെ സ്കാർഫ് ഉണ്ട്, ഡ്രം ഉണ്ട്, അങ്ങനെയുള്ള ബുക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ബൈബിളുകളൊക്കെ ഉണ്ട്. എല്ലാ ബൈബിളും. അതെ. ഇപ്പോൾ ബുധനാഴ്ച വന്നതാണ്. അതെ. എങ്ങനെയുണ്ട് ബുധനാഴ്ചത്തെ ഈ ദിവസങ്ങളിൽ? ഇപ്പോൾ ബുധൻ ടു ഞായർ വരെ നോക്കുമ്പോൾ കച്ചവടം കൂടുതലുള്ള ദിവസം അത് വെള്ളി ശനി ഞായർ അല്ലേ? ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ ഇന്ന് കൂടുതൽ കച്ചവടം പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത് ശരിക്കും സ്റ്റാർട്ടിങ് എപ്പോഴാണ് കച്ചവടത്തിന്റെ ഒക്കെ ബുധനാഴ്ച മുതലുണ്ട്. രാവിലെ 9 മണി തൊട്ട് രാത്രി 11 മണി വരെ ഉണ്ട്. രാത്രി 11 മണി വരെ. അപ്പോൾ ഈ രാത്രിയൊക്കെ ആകുമ്പോൾ നമ്മൾ വില കുറച്ചിങ്ങനെ കൊടുക്കുമോ? വില എല്ലാവർക്കും മാന്യ രീതിയിൽ നമ്മൾ എടുത്തുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ഇപ്പോൾ കൊടുക്കുന്ന വിലയെക്കാട്ടും രാത്രി ആകുമ്പോൾ ഒരു 11 മണിയൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കുറച്ചിട്ട് കച്ചവടം അങ്ങനെയല്ല. ബൈബിളൊക്കെ ഒരു ഒറിജിനൽ വില എല്ലാവർക്കും അറിയാം. അല്ലാത്ത ഐറ്റംസിനൊക്കെ അല്ലാത്ത ഐറ്റംസൊക്കെ അതേ രീതിയിൽ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് കുറച്ചും കൂടെ പൈസ കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇല്ല, ഇതിനിപ്പോൾ ഒരു മതിപ്പ് വില ഞങ്ങൾ ഇവിടെ ഞങ്ങൾ കൂടുതൽ അങ്ങനെ എടുക്കുന്നില്ല. ഇനി ഇത് കഴിഞ്ഞിട്ട് അടുത്ത കൺവെൻഷൻ എവിടെയാണെന്ന് അറിയോ? TPM-ന്റെ കോട്ടയം. എത്ര ദിവസത്തെ ഗ്യാപ്പ് ഉണ്ടാവും ഇവിടെ? കൊല്ലം കഴിഞ്ഞിട്ട് കോട്ടയത്തേക്ക് അടുത്ത ആഴ്ച അവിടെ തൊട്ട് തുടങ്ങും. ഇതിപ്പോൾ എവിടെന്നാ വരുന്നത്? ഇതിന്റെ മുന്നേ എവിടെയായിരുന്നു കൺവെൻഷൻ? അടൂരുണ്ടായിരുന്നു, ആയിരുന്നു പറന്തൽ. ഇതൊക്കെ നമ്മളിപ്പോൾ എല്ലാ സ്ഥലത്തും ഇതേ റേറ്റ് തന്നെയല്ലേ? അതെ അതെ. ഒരു സ്ഥലത്ത് നമ്മളിപ്പോൾ അവിടെ പോകുമ്പോൾ അങ്ങനെ കൂട്ടി കുറയ്ക്കില്ല. അതേ വില തന്നെ. ഓക്കെ. ഇപ്പം നമ്മൾ ഓരോ സ്റ്റാളിൽ കയറിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിങ്ങനെ നടക്കുകയായിരുന്നു. ഓരോ സ്ഥലത്ത് കച്ചവടം ഉണ്ട്, ചിലർ കച്ചവടം ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ബുധനാഴ്ച മുതൽ ഇവിടെ ഉണ്ട്. ബുധൻ ടു ഞായർ വരെയാണ്. ഇന്നാണ് ലാസ്റ്റ് ദിവസം, കൺവെൻഷൻ്റെ ലാസ്റ്റ് ദിവസം. ഇത് കഴിഞ്ഞ് നേരെ പോണത് കോട്ടയത്തേക്കാണ്. അത് കഴിഞ്ഞാൽ ഇപ്പോൾ അടൂരിൽ നിന്നാണ് വരുന്നത്. ഇതൊരു അന്താരാഷ്ട്ര കൺവെൻഷനാണ്. ഇപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന.